ബൈബിൾ എന്ന് പറയുന്നത് അന്നത്തെ ഒരു കാലഘട്ടത്തിൽ അന്നത്തെ ഒരു സാഹചര്യത്തിനനുസരിച്ച് എഴുതപ്പെട്ടല്ല. ഇപ്പം വചനങ്ങളായാലും അന്ന് പ്രവർത്തിച്ച അത്ഭുതങ്ങളൊക്കെ എന്ന് പറയുന്നത് അന്നത്തെ ഒരു സാഹചര്യം അല്ലെങ്കിൽ അന്നത്തെ അവരുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ചുള്ളത്. അപ്പം അതിന് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു പ്രസക്തി ഉണ്ട്, അല്ലെങ്കിൽ അതിന് ആ പഴയ ശക്തി കാണുമോ? കുറച്ച് പഴക്കമായെന്നല്ലേ? അതെ, വർഷങ്ങളായതല്ലേ. വർഷങ്ങൾ. അപ്പൊ നമുക്ക് വെളിയിലോട്ട് ഇറങ്ങി നിന്ന് സംസാരിച്ചാലും ഇല്ലില്ല, നമുക്ക് ഇവിടെ വെയിലായോണ്ടല്ലേ. വെയിലുള്ളതുകൊണ്ടല്ലേ, വെയില് ചൂടുള്ളതുകൊണ്ട്. അങ്ങനെയാണ് ഞാൻ ചോദിച്ചോട്ടെ, നമുക്ക് അല്പസമയം ആ വെയിലത്ത് നിൽക്കാൻ നമ്മളോട് പറ്റുന്നില്ല. സൂര്യൻ എന്തോ പഴക്കമുണ്ട്, അത് കുറെ വർഷം ലോകസ്ഥാപനം പോലുള്ളതല്ലയോ സൂര്യൻ. അപ്പൊ ഈ സൂര്യന്റെ മുമ്പിൽ ആ ചൂടത്ത് നമുക്ക് നിൽക്കാൻ വയ്യ. അത് ഇന്നും തീവ്രമാണ്, അതിന്റെ ചൂടും അതിന്റെ വെളിച്ചവും. അങ്ങനെയാണ് ഈ പ്രപഞ്ചത്തെയും സൂര്യനെയും ചന്ദ്രാദിയും നിർമ്മിച്ച ദൈവത്തിന്റെ വചനമല്ലേ ഇത്. അപ്പൊ ഇതിനകത്ത് ഇന്നും അതിന് പവറുണ്ട്, ഇന്നും അതിന് ശക്തിയുണ്ട്. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഇന്നും ഏത് പുസ്തകങ്ങൾ നമ്മൾ വായിച്ചാലും മടുക്കും, പലതും മടുക്കും, പക്ഷെ ഇന്നും ഇതിന് പവറുണ്ട്. അതാണ് ദൈവത്തിന്റെ വചനം.